ഹലോ, നമുക്കിന്ന് സ്വാദിഷ്ടമായിട്ടുള്ള സ്രാവ് കറി തയ്യാറാക്കാം. അതിനാണ് ഞാനിവിടെ ചീനച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ഉണക്ക സ്രാവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിലേക്ക് ഉലുവ വേണം കേട്ടോ. ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചതാണ്. ഇത് സവാള അരിഞ്ഞെടുത്ത്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ തക്കാളി അരിഞ്ഞത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉണക്കസ്രാവ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടിയൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നെ നമുക്ക് കറിയിൽ ചേർക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ചൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മുടെ മുളക് പൊടിക്ക് എങ്ങനെയാണോ എരിവുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ. ആ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നവരെ നമുക്കിത് മൂപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരേക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അവിടെ കിടന്ന് തക്കാളി ഒന്ന് റെഡിയായി വരട്ടെ. നമ്മൾ ഈ തക്കാളി
ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു. കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണം. തക്കാളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്തായിന്ന്. പിന്നെ ഈ മീൻകറി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉണക്ക സ്രാവാണ് ഇടുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ഉപ്പിടുന്ന സമയത്ത് ഒരുപാട് ഉപ്പിടരുത്, കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കഷ്ണമൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ ഉപ്പിടാൻ പാടുള്ളൂ. ഞാനത് ആദ്യം പറയാൻ മറന്നുപോയി. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളച്ച് അത്യാവശ്യം കുറുകി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ലെവലിൽ മതി എങ്കിൽ നമുക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഓഫാക്കാം. അല്ല കുറച്ചുകൂടി വെള്ളം വറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ചതിന് ശേഷം വെള്ളം നമ്മുടെ അളവിനനുസരിച്ചാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അത് നല്ല അടിപൊളി കറിയാണ്. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം കറിയൊക്കെ വേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിലാണ് ഇത് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ സ്വാദിഷ്ടമായ സ്രാവ് കറി എല്ലാവരും തയ്യാറാക്കി നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും സ്വാദിഷ്ടവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.